ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിന്ദുസ് കണ്ണൂർ കിച്ചൺ. ഞാനിന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് നെയ്മീൻ ഫ്രൈ ആണ്. അതായത് കണ്ണൂരിൻ്റെ സ്വന്തം അയക്കൂറ പൊരിച്ചത്. ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കുവാൻ വേണ്ടി ഒരു വ്യത്യസ്തമായ മസാലക്കൂട്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ആ മസാലക്കൂട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. 1 കിലോളം വെയിറ്റുള്ള ഒരു അയക്കൂറയുടെ നല്ല ഭാഗങ്ങൾ, നല്ല പീസുകൾ എടുത്തിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്ത് കാണിക്കുന്നത്. ഏകദേശം ഇതൊരു 12 പീസോളം വരുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മസാല തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മസാല തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതെടുത്ത് ഉപയോഗിക്കാം. ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. 3/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഫിഷ് മസാലയും 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൊടിക്കാത്ത 1 ടേബിൾ സ്പൂണോളം കുരുമുളകും, പൊടിയുണ്ടെങ്കിൽ പൊടി എടുത്താൽ മതി. 1/4 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം ഇവിടെ എടുത്തിട്ടുണ്ട്. മീനിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നിന്ന് എല്ലാം പകുതിയാക്കി എടുത്താൽ മതി. ഇനി അടുത്തതായി വേണ്ടത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 5-6 അല്ലി ചെറിയുള്ളിയും, ഒരു കഷ്ണം ഇഞ്ചിയും, കുറച്ച് മല്ലിയിലയും പുതിനയിലും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങൻ്റെ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാരങ്ങയുടെ പുളി അനുസരിച്ച് നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം. ഒരു വലിയ ചെറുനാരങ്ങയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിന് അടുത്തതായി ഇതിനകത്ത് ചേർക്കാനുള്ള ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഒലിവ് ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ മിക്സി ജാറാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മിക്സി ജാറിൽ ഇട്ട് കൊടുത്ത് അരച്ച് കഴിഞ്ഞാലാണ് നല്ലതുപോലെ അരഞ്ഞ് കിട്ടുക. ഞാനിപ്പോൾ ഈ മസാലക്കൂട്ട് കുറച്ച് കൂടുതൽ അളവ് തന്നെയാണ് തയ്യാറാക്കി വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ അളവ് ഇട്ട് കഴിഞ്ഞാൽ ഈ മിക്സിയിലൊക്കെ ഒന്ന് നല്ലതുപോലെ അരഞ്ഞ് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന് ഉള്ള ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവില്ല. ബാക്കിയുള്ളത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് മീനൊക്കെ ഇനി കിട്ടുന്ന സമയത്ത് ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിച്ച് നല്ല ഫ്രഷ് പോലെ തന്നെ ഉണ്ടാവും ഈ മസാല. അപ്പോൾ ഞാൻ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഇവിടെ അരച്ച് വെക്കുന്നത്. അതായത് ഈ ഒരു അളവിന് ശരിക്കും ഒരു പുളിനാരങ്ങ, അതായത് 4-5 ടേബിൾ സ്പൂണോളം പുളിനാരങ്ങ നേരിയ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. അതുപോലെ ഞാനിവിടെ 2-2.5 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓരോ അളവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ മിക്സിയിൽ ഇട്ട് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്. ഇങ്ങനെ ഒരു മസാലക്കൂട്ടിൽ ഏത് മീൻ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഈ പ്രാവശ്യം ഇതുപോലെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് മീൻ ഫ്രൈ ചെയ്ത് നോക്കണം. ഇനി കഴുകി വൃത്തിയാക്കുക. മീനിലേക്ക് മസാല പുരട്ടി കൊടുക്കാം. ഞാൻ അതായത് മിക്സിയിൽ നിന്ന് മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഈ മസാലക്കൂട്ട് നല്ലതുപോലെ തന്നെ ഈ മീനിലേക്ക് പുരട്ടി കൊടുക്കണം. മസാല മീനിൻ്റെ 2 വശവും നല്ലതുപോലെ പൊതിഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മീനും ഇതുപോലെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്താൻ മറന്നു പോകരുത്. ഇപ്പോൾ മുഴുവൻ മീനും ഞാനിവിടെ മസാലയൊക്കെ നല്ലതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ 1/2 മണിക്കൂർ മുന്നേ എങ്കിലും ഇതുപോലെ മസാല പുരട്ടി വെച്ചാൽ മസാല നല്ലതുപോലെ തന്നെ ആ മീൻ കഷ്ണങ്ങളിൽ പിടിച്ച് കിട്ടും. ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ ഞാൻ ഈ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒലിവ് ഓയിൽ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒലിവ് ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ കഷ്ണങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മീൻ കഷ്ണങ്ങൾ ഇതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് എണ്ണ ഇതുപോലെ തട്ടിയിട്ട് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് പിന്നെ മീനിൻ്റെ മേലെ പിടിച്ച മസാല എണ്ണയിൽ അങ്ങനെ ഇളകി പോകില്ല. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മറിച്ച് വെച്ച് കൊടുത്താൽ മതി. അതായത് ഇതുപോലെ ഒന്ന് എണ്ണയിൽ തട്ടിക്കുക. എന്നിട്ട് വീണ്ടും അതൊന്ന് മറിച്ച് വെച്ച് കൊടുത്താൽ മസാല നമ്മൾ പിന്നെ മീനിൻ്റെ അകത്ത് പുരട്ടി വെച്ച മസാല ഉണ്ടല്ലോ, അത് എണ്ണയിൽ അങ്ങനെ കൂടുതലായിട്ട് ഇളകി പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കൈവിരൽ എണ്ണയിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കൈയിൻ്റെ വിരൽ പൊള്ളും. മുഴുവൻ മീനും ഞാൻ പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടി കൊടുക്കരുത്. തീ കൂട്ടി കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ കളർ മാറും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വശം പകുതി വേവാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഒരു ഭാഗം ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ പകുതി വേവിലാണ് മറിച്ച് കൊടുക്കുന്നത്. 2 ഭാഗം ഇങ്ങനെ കുറച്ച് ഫ്രൈ ആയിട്ട് എടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം. ഈ സമയം ചെറിയ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് കുറച്ച് സമയം എടുത്ത് തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ വളരെ രുചികരമായി മസാലക്കൂട്ട് തയ്യാറാക്കിയ അയക്കൂറ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.